ആലപ്പുഴ സംസ്ഥാന സമ്മേളനമായിരുന്നു ശത്രു സംഹാര ക്യാമ്പ്. എസിനെ ജന്മനാട്ടിൽ ശരിപ്പെടുത്തുകയെന്ന മട്ടിലായിരുന്നു കാര്യങ്ങൾ. പൗരപ്രമുഖരെ ആദരിക്കുന്ന പരിപാടി ആദ്യം പുറത്തെടുത്തു. ചാനൽ ചർച്ചകളിൽ എസ് വിരോധം വിളമ്പിയിരുന്ന മുൻനിരക്കാരെ ആദരിച്ചു. തലയും താടിയും നരച്ച പത്രപ്രവർത്തകരും റിട്ടയർ ചെയ്ത വിപ്ലവകാരികളും വരെ ആദരിക്കപ്പെട്ടു. സ്വാഗത പ്രസംഗത്തിൽ ആദ്യ വെടിപൊട്ടി സുധാകരൻ വക അഭിനവ ഗോർബച്ചുമാരെ ശരിയാക്കുമെന്ന പ്രഖ്യാപനം. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ചകൾ എസ് വാദത്തിൽ ഊന്നി. റിപ്പോർട്ടിൽ 40 പേജും ഒഴിഞ്ഞുവെച്ചത് എസ് വാദത്തിനായിരുന്നു. ചർച്ചകളും നടപടികളും പുരോഗമിക്കുന്നത് വ്യവസ്ഥാപിത സംഘടനാ രീതികൾക്ക് വിരുദ്ധമായാണെന്ന് എസ് പരാതിപ്പെട്ടു. പ്രഖ്യാപിത പക്ഷപാതിത്വമുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി കാരാട്ടിനോട് ഇടപെട്ടില്ല. അങ്ങനെയാണ് സമ്മേളന ചരിത്രങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത ബഹിഷ്കരണത്തിലേക്ക് എസ് നീങ്ങിയത്. ഉച്ചനേരം സമ്മേളന ഹാൾ വിട്ടിറങ്ങിയ എസിന്റെ കൈപിടിക്കാൻ റെഡ് വാളണ്ടിയേഴ്സും ഉണ്ടായില്ല. വയോവൃദ്ധനെ CS സുജാത കൈതാങ്ങി കാറിലെത്തിച്ചു. പോളിറ്റ് ബ്യൂറോ ചേർന്ന് ഒറ്റവരി ഉത്തരവിറക്കി. എസ് സമ്മേളന വേദിയിൽ മടങ്ങി വരണം, ദയാവധത്തിന് വിധേയനാവണം. വീട്ടിൽ വിശ്രമിച്ച എസ് പുലർച്ചെ 4 മണിക്ക് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. ശേഷം ഒറ്റവരി പ്രസ്താവന ഇറക്കി. മടക്കമില്ല. സമ്മേളനം എസ് വാദത്തിൽ പൊടിപാറ്റി. പൊതുസമ്മേളനത്തിൽ പിണറായിയും കോടിയേരിയും പറയാനൊന്നും ബാക്കി വെച്ചില്ല. 2000-ലാണ് വിഭാഗീയത കൊടിപിടിച്ചത്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങളുടെ ബലം പിണറായി പക്ഷത്തിന്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളുടെ അടിത്തറ എസിന്. പൊതുസമൂഹത്തിന്റെ പിന്തുണ പുറമേ. പാർട്ടി പിടിക്കുകയെന്ന അജണ്ട പ്രബലമായി. ഉൾപാർട്ടി ജനാധിപത്യം പിണറായി വിശ്വസ്തതയ്ക്കുള്ള വേദിയായി. തെരഞ്ഞെടുപ്പുകൾ കോപ്റ്റ് മേളകളായി. എസ് അനുകൂല സംശയത്തിന്റെ നിഴലിലുള്ളവർ വരെ തഴയപ്പെട്ടു. 2000 മുതൽ 2015 വരെയുള്ള ഒരു തലമുറ പാർട്ടിയിൽ നിന്ന് അപ്രത്യക്ഷമായി. 5.5 ലക്ഷത്തിലധികം വരുന്ന പാർട്ടി അംഗങ്ങളിൽ 56% പേരും 2015 ശേഷം പാർട്ടിയിലെത്തിയവർ. പിണറായിക്ക് മുന്നേ പാർട്ടിയും നേതാക്കളും ഉണ്ടായിരുന്നുവെന്ന് ബോധ്യപ്പെടാത്തവർ. അങ്ങനെയാണ് പിണറായിക്ക് ശേഷം എസ് എന്ന മട്ടിൽ സോഷ്യൽ മീഡിയ ചർച്ചകൾ തള്ളിയിടുന്നത്. അതും എസ് വയലാറിൽ എരിഞ്ഞടങ്ങുന്നതിനു മുന്നേ. മരിച്ചുപോയൊരു പ്രിയ സഖാവിന് ആദരമർപ്പിക്കുന്ന സാധാരണ ജനത അപ്പാടെ അവഹേളിക്കുന്ന ഏർപ്പാടും. അങ്ങനെയാണ് മാർക്സിസ്റ്റ് പദാവലികൾക്ക് പകരം ക്യാപ്റ്റനും കാരണബോധനും കയറിക്കൂടുന്നത്. പാർട്ടി കോൺഗ്രസുകൾ വരെ സഖാക്കളിൽ കണ്ടെത്തിയ വീഴ്ചയായിരുന്നു ഫെഡറലിസവും രാഷ്ട്രീയ വിദ്യാഭ്യാസ പാപ്പരത്വവും. ഇതിന്റെ വേരുകൾ അന്വേഷിച്ചു പോയാൽ മുന്നേ പറഞ്ഞ സംഘടനാ നടത്തിപ്പ് രീതികളിലെത്താം. ഈ പോക്കുപോയാൽ സംഘടനയുണ്ടാവും, ആളുണ്ടാവില്ല എന്ന CPM ചരിത്രം അത്ര പഴയതുമല്ല.